ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കൈപുണ്യം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പുഡിംഗ് ഐറ്റമാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഒരു പുഡിംഗ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന സാധനങ്ങളാണ്. വിരുന്നുകാരെല്ലാം വരുമ്പോൾ നമുക്ക് ഇത് ചെയ്തു കൊടുക്കാം. നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്തു കൊടുക്കണം. നല്ല ടേസ്റ്റായിട്ടും കൂളായിട്ടുമുള്ള ഒരു പുഡിംഗ് ആണ്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് കസ്റ്റാർഡ് തയ്യാറാക്കാം. ഒരു 2 ഗ്ലാസ് പാലെടുത്ത് അടുപ്പിൽ വെച്ച് നല്ല ഒന്ന് ചൂടാക്കണം. ഒന്ന് തിളച്ച് വരണം. അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ ഒരു 1/4 ഗ്ലാസ് പാലെടുത്ത് അതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ ഒന്ന് കലക്കി വയ്ക്കാം. പാൽ വന്ന് തണുത്ത പാലായിരിക്കണം. ചൂട് പാലിൽ കോൺഫ്ലവർ ഇടരുത്. തണുത്ത പാലിൽ വേണം കോൺഫ്ലവർ ഇട്ട് നല്ല ഒന്ന് കലക്കി എടുത്ത് വെക്കാൻ. ഈ പാല് നല്ല ഒന്ന് തിളച്ച് വരണം. ഇനി ഇതിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഒരു 3 സ്പൂൺ പഞ്ചസാര ഇടണം. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നിങ്ങൾ ഇട്ട് കൊടുക്കണം. പാല് നല്ല തിളച്ച് വന്നതിന് ശേഷം തീ ഒന്ന് സിമ്മിൽ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. തീ വന്ന് സിമ്മിൽ വെച്ചിട്ട് വേണം ഒഴിക്കാൻ. പാല് നല്ല തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് കൂടി ഒഴിക്കണം. വാനില എസൻസ് ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ പാല് നല്ല തിളച്ച് ഒന്ന് കുറുകി വരും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ബ്രെഡിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ അടുക്കി വെക്കണം. അതിന് മുകളിൽ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന ആ കസ്റ്റാർഡ് പുഡിംഗ് ഒഴിച്ചു കൊടുക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോയുടെ താഴെ ഒരു റെഡ് കളർ ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യണം. അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. സിമ്പിൾ റെസിപ്പീസിന് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ബ്രെഡിന് മുകളിലേക്ക് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കണം. ഇത് ആറിയതിനു ശേഷം ഫ്രിഡ്ജിലോട്ട് വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി ഇതിന് മുകളിൽ ഇനി ഒരു ലെയർ കൂടി നമുക്ക് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി കുറച്ച് ചൈന ഗ്രാസ് എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ചൈന ഗ്രാസ് നല്ല ഒന്ന് ഉരുകി വരും. ഉരുകി വെള്ളത്തിനോടൊന്ന് യോജിച്ചു വരും. അങ്ങനെ ചൈന ഗ്രാസ് എല്ലാം ഒന്ന് ഉരുകിയതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിന് വേണ്ട പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. അങ്ങനെ ഇട്ട് കൊടുത്ത് തുടരെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് നല്ല ഒന്ന് കുറുകി വരും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യണം. ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്യണം. ഇനി വേണ്ടത് പൈനാപ്പിൾ ആണ്. കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലിട്ട് നല്ല ഒന്ന് ചൂടാക്കണം. എണ്ണയൊന്നും ഒഴിക്കണ്ട. ചുമ്മാ ഒരു പാത്രത്തിലിട്ട് നല്ല ഒന്ന് വേവിച്ചെടുത്താൽ മതി. പൈനാപ്പിളിലുള്ള വെള്ളം കൊണ്ട് ഇത് നല്ല ഒന്ന് വെന്തു വരും. ആ സമയത്ത് ഇതിൽ ഒരു 2 സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. പൈനാപ്പിൾ പഞ്ചസാര എല്ലാം പിടിച്ച് നല്ല ഒന്ന് വെന്തു വരണം. ആ സമയത്ത് നമുക്ക് ഇത് തീ ഓഫ് ചെയ്യണം. ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്തു വച്ചിരിക്കുന്ന ബ്രെഡും കസ്റ്റാർഡിൻ്റെയും മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. ഇത് എൻ്റെതായ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് പൈനാപ്പിൾ ഇടേണ്ട ആവശ്യമില്ല. പൈനാപ്പിൾ വീട്ടിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇല്ലെങ്കിൽ ഫസ്റ്റ് ചൈന ഗ്രാസിൻ്റെ ലെയർ ഒഴിച്ചതിന് ശേഷം കസ്റ്റാർഡ് കൂടെ ഒഴിക്കാം. അത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ചൈന ഗ്രാസിൻ്റെ ആ മിശ്രിതം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം.
ഒഴിച്ചു കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇനി ഇതിന്റെ മുകളിൽ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ സൗകര്യം പോലെ ഒഴിച്ചാൽ മതി. ഞാൻ കയ്യിലുള്ളത് കൊണ്ട് ഒഴിച്ചെന്ന് മാത്രം. ഒരു ഡെക്കറേഷന് വേണ്ടി ഒഴിച്ചതാണ്. ഇത് ഇല്ലെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് കഴിക്കാവുന്നതാണ്. പൈനാപ്പിളിന് പകരം വേറെ ഏതെങ്കിലും ഫ്രൂട്ട് കൂടെ ഉപയോഗിക്കാം. പിന്നെ ഞാൻ ഇതിന്റെ മുകളിൽ കുറച്ച് ബാദാം പൊടിച്ചത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂർ തണുപ്പിച്ചെടുത്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണം. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്താൽ വീണ്ടും വീണ്ടും ചെയ്യാൻ നിങ്ങൾക്ക് തോന്നും. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. ഗസ്റ്റിനെല്ലാം ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.